ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗത്തിലെ ഏറ്റവും ആകർഷകമായ ചില ഘടകങ്ങൾ സംസ്ഥാനത്തെ ഒരുമയെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ഈ നാട്ടിൽ ലക്ഷം കോടികളുടെ പണം ഒരുപക്ഷെ എത്താതിരുന്നാൽ പോലും ഈ നാടിൻ്റെ ഏറ്റവും വലിയ ആസ്തി ഈ നാട്ടിൻ്റെ ജനങ്ങളുടെ ഒരുമയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും മതനിരപേക്ഷ കേരളത്തിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ചില അസ്വാരസ്യങ്ങളെ തൂത്തെറിയാൻ സഹായകരമാണ്. അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നത് മതമാണ് 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 പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നു. അല്ല, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്ന് ധനമന്ത്രി തിരുത്തി പറയുമ്പോൾ ഇവിടെ ജയിച്ചവരുടെ പേര് നോക്കി മതം തിരയുന്ന, മതമാണ് 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 പ്രശ്നമെന്ന് പരസ്യമായി പ്രസംഗിക്കാൻ മടിക്കാത്തവരുടെ രാഷ്ട്രീയ നിരുത്തരവാദിത്വത്തെ തിരുത്തുകയായിരുന്നു ധനമന്ത്രി. ബജറ്റിൽ പലപ്പോഴും ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവഹാരങ്ങളെ പറ്റി മാത്രം പറഞ്ഞു പോകലല്ല ഒരു ധനമന്ത്രിയുടെ ഉത്തരവാദിത്തമെന്നും, ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് ആ ജനങ്ങളുടെ ഒരുമയാണ് എന്നും വിഭാഗീയതയില്ലാത്ത ഒരു നാടിന് മാത്രമേ വികസനം സാധ്യമാകൂ എന്നും അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, മതമല്ല 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 നമുക്ക് വേണ്ടത്, മറിച്ച് തൊഴിൽ രഹിതർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് പരമാവധി സഹായം നൽകുന്ന ഒരേ മനസ്സുള്ള മലയാളികളുടെ കൂട്ടായ്മയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചത് ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിൽ പോലുമുള്ള ചില ആളുകളുടെ അനവസരത്തിലെ ചില രാഷ്ട്രീയ പ്രയോഗങ്ങൾ ആയിരിക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളം നേടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം, അത് കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് ഇത്ര വലിയ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് വർഗീയ വിഭാഗീയ ചിന്തകൾക്ക് പൊതുവിടങ്ങളിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ പോയതാണ്. എന്നാൽ അതിനെ തൂത്തുമാറ്റിക്കൊണ്ട് പരമാവധി വിഭാഗീയ ചിന്തകളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് കേരളത്തിൻ്റെ ശരിയായ രാഷ്ട്രീയ പ്രബുദ്ധതയെ മടക്കിക്കൊണ്ടുവരുവാനുള്ള, ഓർമ്മിപ്പിക്കുവാനുള്ള ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ വരികൾ തീർച്ചയായും ആധുനിക കേരളത്തിന് ശുഭപ്രതീക്ഷ നൽകുന്നതാണ്.